സംസ്ഥാനത്തെ സ്കൂൾ കോമ്പൗണ്ടുകളിൽ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ സ്കൂൾ തുറക്കും മുൻപ് പൊളിക്കാൻ തീരുമാനം. തദ്ദേശ സ്വയംഭരണം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരുടെ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പൂർണ്ണമായും സുരക്ഷിതമായ പഠനാന്തരീക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണമെന്നും മന്ത്രിമാർ നിർദ്ദേശിച്ചു. എസ് ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, സ്കൂൾ തുറക്കാൻ ഇനി ഏതാനും ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണോ ഈ സ്കൂൾ കോമ്പൗണ്ടുകളിലൊക്കെയുള്ള അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പൊളിച്ച് നീക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും രോഹിണി, സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. ഇനി ഒരു 15 ദിവസം തികച്ചില്ല. ഇനി വരും ദിവസങ്ങളിൽ എന്തായാലും സ്കൂൾ അധികൃതരോടും അതുപോലെ തന്നെ മറ്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരോടും സ്കൂളുകളോട് ചേർന്ന് പുതിയ കെട്ടിടങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പഴയ സ്കൂൾ കെട്ടിടങ്ങളെല്ലാം തന്നെ പൊളിച്ചു നീക്കാനും അതുപോലെ തന്നെ മറ്റ് വ്യക്തികളുടെ വസ്തുവിലുള്ള മരക്കൊമ്പിലെ ചില്ലകളെല്ലാം തന്നെ പൊളിച്ചു നീക്കാനുമാണ് ഇപ്പോൾ മന്ത്രിമാരുടെ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു ഇത് നടപ്പിലാക്കിയാൽ മാത്രമേ വരും ദിവസങ്ങളിൽ മഴ ശക്തമായിരിക്കും. അതുപോലെ തന്നെ മറ്റ് എന്ത് ഒരു ദുർഘടമായ അവസ്ഥ വന്നാലും ഇങ്ങനെയുള്ള മുൻകരുതലുകൾ എടുത്താൽ മാത്രമേ ഇതിൽ നിന്നെല്ലാം തിരിച്ചു വരാൻ, അല്ലെങ്കിൽ ഇതിൽ നിന്നും ഒരു കേടുപാടുകളും കൂടാതെ ഈ ഒരു അധ്യയന വർഷം നന്നായി പോകാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ഇതിലേക്കാണ് ഇപ്പോൾ മന്ത്രിമാരുടെ യോഗം ഇന്നലെ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ സ്കൂൾ കെട്ടിടങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് എല്ലാ ഈ ഒരു അപകട സാധ്യതയായി നിൽക്കുന്ന എല്ലാം തന്നെ മാറ്റാനുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത്. സ്കൂൾ കുട്ടികളുടെ സുഗമമായുള്ള ഒരു വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ അവർക്ക് വളരെ നന്നായി തന്നെ സ്കൂളുകളിൽ ഇരുന്ന് പഠനം പൂർത്തിയാക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ സ്കൂളുകളുടെ ഉൾഭാഗത്ത് ചുമരുകളിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ സീലിംഗിലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും എല്ലാം കേടുപാടുകളെല്ലാം തന്നെ മാറ്റണമെന്നും ഈ ഒരു നിർദ്ദേശത്തിൽ മന്ത്രിമാർ പറയുന്നുണ്ട്. രോഹിണി, ശരി. SP ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.